പുതിയ കേരളം, പുതിയ വായന, പുതിയ മനോരമ. മാറ്റത്തിന്റെ രുചിയറിഞ്ഞു വായിക്കാം നമ്മുടെ സ്വന്തം മലയാള മനോരമ. ഡ്യൂട്ടിക്കിടയിൽ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല എന്റെ പൊന്നു ശോശാമേ. അതെ, എളയപ്പന്റെ ചിഞ്ചുമോളുടെ ബർത്ത്ഡേ എന്ന് വിഷ് ചെയ്താ? നാളെ രാവിലെ പോരെ? പാതിരയ്ക്ക് വിഷ് ചെയ്താലേ ഒരു പഞ്ചുള്ളൂ. വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇട്ടാ മതി. ആ ഓക്കെ. നമ്മുടെ ആധാർ എളയപ്പന്റെ കയ്യില, മറക്കണ്ട. ശരി ശരി, നീ ഒന്ന് വെക്കോ. എളയപ്പാ, ചിഞ്ചുമോൾക്കേ എന്റെയും ശോശാമ്മയുടെയും വക ബർത്ത്ഡേ വിഷസ്. ഉമ്മ ചിഞ്ചുമോൾക്കാണേ. എളയപ്പൻ സമയമുള്ളപ്പോ കൊടുത്താൽ മതി. എന്തോ ഒരു അനക്കം കേട്ടതുപോലെ. മിണ്ടാതെ കിടന്നുറങ്ങടി. നമ്മുടെ സ്വർണ്ണൊക്കെ ബാങ്കിൽ ലോക്കറിൽ തിരിച്ചു കൊണ്ടുവച്ചാൽ മതിയായിരുന്നു. ലോക്കറിനേക്കാൾ സേഫായിട്ടാ അതിവിടെ ഇരിക്കുന്നത്. അതേതാ ലോക്കറിനേക്കാൾ സേഫായ സ്ഥലം? താഴെ അടുക്കളയുടെ അടുത്തുള്ള സ്റ്റോർ റൂമിൽ അരിയിട്ട് വെച്ച പാത്രമില്ലേ, അതിൻ്റെ ഉള്ളിൽ പൂഴ്ത്തി വെച്ചിരിക്കുക. ലോകത്തിലൊരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അമ്മേ സമ്മതിച്ചു. എന്നാ കിടന്നുറങ്ങ. ആ മോളെ, ആണോ? അത് ശരി. ഞാനൊരു പാർട്ടിയായിട്ട് എയർപോർട്ട് പോയിക്കൊണ്ടിരിക്കുക. അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് വരാം. മോള് ബോബി സാറിനെ കൂടെ ഒന്ന് വിളിച്ചു പറഞ്ഞു. ബോബി അങ്കിളിനെ വിളിച്ചോ? ആ അങ്കിളിപ്പോൾ എത്തും. ഓക്കെ ഓക്കെ. അയ്യേ, വെറുതെ എന്തിനാ മോളെ ആളുകളെയൊക്കെ വിളിച്ചെടുത്തണത്? പറ്റിപ്പോയി, മാപ്പ്. ഓ എന്ത് പനോ, തുറന്നിട്ട് ആ സെക്കൻഡിൽ ഞാൻ സ്ഥലം വിട്ടോളാം. പിന്നെ ഈ ഏരിയ കാണൂല. ചേച്ചിക്ക് ക്ഷമിച്ചൂടെ? ചേച്ചി പറ്റും. ക്ഷമിക്കാം. എന്നാലും വിളിച്ചു പറഞ്ഞവരൊക്കെ ഒന്ന് വന്നോട്ടെ. എനിക്ക് ധൃതിയൊന്നുമില്ല, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം. ചേച്ചി ഇപ്പോഴും ഈ അമ്മിക്കലി തന്നെയാണ് അരപ്പ്. അല്ല അത് നല്ലതാണ്, കാരണം ഇതിൽ അരച്ചാലേ കറിക്ക് നല്ല ടേസ്റ്റാണ്. അമ്മിക്കല്ലേ ഇപ്പം ആമസോണിൽ കിട്ടുന്നുണ്ട്, നല്ല ഓഫറുണ്ട്. ഞാൻ വൈഫിനോട് ഓർഡർ ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നത്. പക്ഷെ അവൾക്ക് മിക്സി മതിയെന്ന്. പിന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് ഒപ്പിച്ചു കൊടുത്ത്. തനിക്ക് പിന്നെ കാശ് ചെലവില്ലാതെ തന്നെ കിട്ടുമല്ലോ. ഫാമിലി മാൻ ആയിപ്പോയില്ലോ ചേച്ചി. എന്നാലും ചേച്ചി മോളോട് ഞാൻ നൈസായിട്ട് പറ്റിച്ചു. ചേച്ചി സീനാക്കല്ലേട്ടാ, ഞാനൊരു പാവണേ.